Good morning. Good morning, ma'am. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പഠിച്ചു തുടങ്ങിയോ? വായിച്ചു നോക്കുന്നുണ്ടോ? സുഖാണല്ലോ. ഓക്കെ, നമ്മൾ ഇനി എടുക്കുന്നത് വെബ് ബ്രൗസേഴ്സ് അല്ല എടുക്കേണ്ടത്. കുറച്ചൊക്കെ വായിച്ചു തുടങ്ങിക്കോളൂ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, web browsers. Don't go to web browsers are software applications that make users able to evaluate and navigate the World Wide Web. World Wide Web എന്താ? www അല്ലേ? www. അല്ലേ? അതാണ് വേൾഡ് വൈഡ് വെബ് കേട്ടോ. www. ഓക്കെ, www. വേൾഡ് വൈഡ് വെബ്. They provide a graphical user interface for individuals to interact with websites. Each www link, World Wide Web. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. Okay. ഇനി search information and consume the online content. Example are Google, Chrome, Mozilla, Firefox. Here are some important points about the web browsers. Web browsers എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറുകളും മൈക്രോഫോൺസും ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻഫർമേഷൻസും പബ്ലിക് വെബ്സൈറ്റുകളും ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ? കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ നമ്മളെ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പല വെബ്സൈറ്റുകളായാലും അതിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മള് കളക്ട് ചെയ്തെടുക്കില്ലേ? നമ്മള് സെർച്ച് ചെയ്തെടുക്കാറില്ലേ? നമ്മള് എടുക്കാറുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ഇത്തരത്തില് ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇത് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്മള് ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? ക്രോം എടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കും അല്ലെ? ഇൻഫർമേഷൻസ് എന്തിനെ കുറിച്ചിട്ടാണോ ഇൻഫർമേഷൻസ് വേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഗൂഗിൾ ക്രോംസ് ഉണ്ട്, മോസില്ല, ഫയർഫോക്സ്. ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചേ. വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഇങ്ങനെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മൾ പറഞ്ഞത് ഗൂഗിൾ ക്രോം, മോക്സില്ല. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ടൂൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെർച്ചിങ് ടൂൾ ആയിട്ട് നമുക്ക് പറഞ്ഞുകൂടെ? അപ്പൊ അതും എന്താണ്? ഒരു വെബ് ബ്രൗസേഴ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻഫർമേഷൻസ് പബ്ലിക് വെബ്സൈറ്റുകള് അതുപോലെ തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്? വേൾഡ് വൈഡ് വെബില് ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിൾ ക്രോം എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ഗൂഗിൾ ക്രോം, മോക്സില്ല, ഫയർഫോക്സ് ഒക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ്? ചില ഇൻഫർമേഷൻസ് നമുക്ക് ഏതാണോ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരുന്നത് അത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സെർച്ചിങ് ടൂൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെയാണോ? വെബ് ബ്രൗസർ. ഇനി നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ് നോക്കിയേ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യൂസർ ഇന്റർഫേസ്. Web browsers extend a user-friendly interface with aspects like address bars,
bookmarks and navigation button. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ? അഡ്രസ് ബാർ എന്താണ്? അഡ്രസ് ബാർ ഇവിടെ നോക്കി ഒരു ചിത്രം കണ്ടോ? ഇവിടെ എന്താണ് നമ്മൾ അടിച്ചു കൊടുക്കും അല്ലെ? നമ്മൾക്ക് കിട്ടേണ്ട സാധനം അല്ലെങ്കിൽ ആ എന്താണ് ടോപ്പിക് എന്താണെന്നോ നമ്മൾ അടിച്ചു കൊടുക്കാറില്ലേ? അതിനെയാണ് നമ്മൾ അഡ്രസ് ബാർ എന്ന് പറയുന്നത്. സെർച്ച് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ സ്പേസ് കണ്ടോ? അതാണ് അഡ്രസ് ബാർ. അതുപോലെ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ബുക്ക് മാർക്ക്. ബുക്ക് മാർക്ക് കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം കണ്ടിട്ടില്ലേ നിങ്ങള്? ബുക്ക് മാർക്സ് കണ്ടോ? അതുപോലെ നാവിഗേഷൻ ബട്ടൺസ് ഏതാ? നാവിഗേഷൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നാവിഗേഷൻ ബട്ടൺ ഏരോ മാർക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഏരോ മാർക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാനായിട്ട് അതൊക്കെ അതൊക്കെയാണ് നാവിഗേഷൻ ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് ആരോസ്. ഓക്കെ കേട്ടോ. ബുക്ക് മാർക്സ് അതുപോലെ തന്നെ അഡ്രസ് ബാർസ് നാവിഗേഷൻ ബട്ടൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. They permit users to get into website addresses or search queries and exhibit the requested web pages in a usually appealing format. എന്താ പറയുന്നത്? അപ്പൊ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് എന്താണ്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ അതിനകത്ത് അടയാളപ്പെടുത്തേണ്ട പോയിന്റ്സ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് with aspect like address bars, bookmarks and navigation buttons. ഇങ്ങനെയുള്ള നാവിഗേഷൻ ബട്ടൺസ്, ഏരോ മാർക്കുകൾ, അതുപോലെ ബുക്ക് മാർക്ക് സ്റ്റാറിന്റെ ചിഹ്നം കണ്ടില്ലേ? അതുപോലുള്ള തന്നെയാണ് ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്രസ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സെർച്ച് ചെയ്യുന്നത് അല്ലെ? ആ സ്പേസ് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ കാണുമ്പോൾ അവിടെ സെർച്ച് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങള്? ചിത്രം കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നമ്മൾ സെർച്ചിങ് സ്പേസ് അതിനൊക്കെയാണ് അഡ്രസ് ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് യൂസർ ഇന്റർഫേസ്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ അഡ്രസ് ബാർസ്, അതുപോലെ ബുക്ക് മാർക്കുകൾ, അതുപോലെ നാവിഗേഷൻ ബട്ടൺസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി എന്താണ്? റെൻഡറിംഗ് വെബ് പേജസ്. ബ്രൗസേഴ്സ് യൂട്ടിലൈസ് റെൻഡറിംഗ് engines to explain and display web content. എന്താണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറഞ്ഞാല്? നമ്മൾ തിരയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസറിന് മുൻപിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മനസ്സിലായോ? വിഷ്വലി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മള് ഇപ്പൊ സെർച്ച് ചെയ്യുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഈ യൂസർക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇമേജസ് ഒക്കെ നമുക്ക് കിട്ടാറില്ലേ? ഓക്കെ, അതാണ് വെബ് പേജ്. റെൻഡറിംഗ് വെബ് പേജ് എന്ന് പറഞ്ഞാല് നമ്മൾ തിരയുന്ന കാര്യം എന്താണോ അത് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ യൂസർക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതിനെയാണ് റെൻഡറിംഗ് വെബ് പേജസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? സുഷി എന്താ പറഞ്ഞത്? ഓക്കെ, രണ്ട് കാര്യങ്ങളും ഓക്കെയാണോ? ഇന്റർഫേസ്, യൂസർ ഇന്റർഫേസും റെൻഡറിംഗ് വെബ് പേജ്. നമുക്ക് എന്താണ് റെൻഡറിംഗ് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വലി അത് നമ്മുടെ മുമ്പിൽ നമ്മൾ തിരിക്കുന്ന കാര്യം എന്താണോ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വിഷ്വലി അത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ടാബഡ് ബ്രൗസിംഗ്. ടാബഡ് ബ്രൗസിംഗ് ഈസ് ആൻ asset feature in web browsers that permit users to open multiple web pages
within a single browser window. Bookmarks and history. Browsers make users able to bookmark their most liked websites are for quick access. They also keep browsing history, permitting users to revisit formerly visited web pages. എന്താണ് ടാബിഡ് വെബ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അറ്റ് എ ടൈം എന്താണ് വെബ് പേജസുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ടാബിഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. എന്താണ്, ഞാനിപ്പോ ഒരു പി എസ് സിയുടെ സൈറ്റ് ഓപ്പൺ ആക്കി അതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. അതിനുശേഷം എനിക്കിപ്പോ എന്താണ് മനോരമ ഓൺലൈനിന്റെ വെബ് പേജ് ഓപ്പൺ ആക്കാൻ പറ്റും. മറ്റേ ടൈമല്ലേ ഞാൻ ചെയ്യുന്നത്, ഞാൻ പി എസ് സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, മനോരമ ഓൺലൈനിന്റെ വെബ് പേജ് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് അത് ഓപ്പൺ ആക്കാൻ പറ്റും. അതിലും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പറ്റിയ ടൈം കുറെ അധികം ഡിഫറെന്റ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് അതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അതാണ് ഇതിന്റെ ടാബിഡ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാല്. അറിയാത്തവര് എഴുതി വെച്ചോളൂ കേട്ടോ, വായിക്കുമ്പോ മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. യൂസർ ഇന്റർഫേസ്, റണ്ണിംഗ് വെബ് പേജ് നമ്മൾ പറഞ്ഞു. ടാബിഡ് ബ്രൗസിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാത്തവര് നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കണം കേട്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ടാബിഡ് വെബ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മൾട്ടിപ്പിൾ വെബ് പേജസ് ഒരേ സമയം വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അറ്റ് എ ടൈം ഡിഫറെന്റ് വെബ് പേജസുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണോ? ആ മിസ് പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് കുറിച്ച് വെച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ 3 കാര്യങ്ങളും? ഇനി എന്താണ്? ഓക്കെ, ഇനി നോക്കിയേ fourth one, security and privacy. Web browsers give priority to security and privacy features to protect users' data and provide a secure browsing experience. എന്താ പറയുന്നത്? ഈ security എന്ന് പറഞ്ഞാൽ എന്താണ്? security എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെബ് ബ്രൗസേഴ്സ് ഈ സെക്യൂരിറ്റി അല്ലെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രയോറിറ്റി അനുസരിച്ചിട്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുമ്പോ അവിടെ HTTPS മറ്റേ സ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? HTTP കണ്ടിട്ടുണ്ടല്ലേ? അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? HTTPS അല്ലെ, സ്ലാഷ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും അല്ലെ. അപ്പൊ അതാണ് അതിന്റെ സെക്യൂരിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെബ് ബ്രൗസേഴ്സ്. ക്ലിയർ ആയില്ലേ? 4 കാര്യങ്ങളാണ് ആ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. വെബ് ബ്രൗസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറുകളിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻഫർമേഷൻസ് നമുക്ക് പബ്ലിക് വെബ്സൈറ്റുകളിൽ നിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു സെർച്ചിങ് ടൂൾ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ എന്താണ് ഇങ്ങനെയുള്ള വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലെ, നമുക്ക് വേൾഡ് വൈഡ് വെബിൽ നിന്നൊക്കെ നമുക്ക് എന്താ ചെയ്യാം? ഇൻഫർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗൂഗിൾ, മോസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞത്? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. യൂസർ ഇന്റർഫേസ് ആണ് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ തന്നെ അഡ്രസ് ബാറുകളുണ്ട്, ബുക്ക് മാർക്കുകൾ അല്ലെ, ഇതൊക്കെ നമ്മൾ ആ ചിഹ്നം ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ നാവിഗേഷൻ ബട്ടൺസ്, ആരോ മാർക്കുകളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവയൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സെർച്ച് ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മള് തിരയുന്ന കാര്യം നമുക്ക് നമ്മുടെ മുൻപിലോട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് യൂസർ ഇന്റർഫേസിൽ പറയുന്നത്. 3 കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അഡ്രസ് ബാർസ്, ബുക്ക് മാർക്ക്, നാവിഗേഷൻ ബട്ടൺസ്, ഇത് ഉപയോഗിച്ച് നമ്മൾ തിരിയുന്ന കാര്യം ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്?
റെൻഡറിങ് വെബ് പേജ് അല്ലെ. റെൻഡറിങ് വെബ് പേജ് എന്ന് പറഞ്ഞാല് നമ്മൾ തിരിയുന്ന കാര്യം എന്താണോ അത് നമ്മുടെ മുമ്പിൽ ഇമേജസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ടാബ്ലറ്റ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു മൾട്ടി വെബ് പേജസ് ഒരേ സമയം വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അറ്റ് എ ടൈം ഡിഫറെന്റ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് പേജുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്, ഞാനിപ്പോ ഒരു PSCയില് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മനോരമ ഓൺലൈൻ വെബ് പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിലും എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അറ്റ് എ ടൈമാണ് ഞാൻ ചെയ്യുന്നത്, ഒരേ എന്താണ് അറ്റ് എ ടൈമാണ് ഡിഫറെന്റ് വെബ് പേജസിൽ ഞാൻ ഓപ്പൺ ആക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിലൂടെയാണ് ഈ ടാബ് ബ്രൗസിംഗിലൂടെ. അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അല്ലെ, സെക്യൂരിറ്റി നൽകുന്നുണ്ട്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് വരാറുണ്ടല്ലേ HTTPS/ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെന്താണ്, അവിടെ ബ്രൗസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി ആണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നോക്കി ഇൻ ഷോർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. പോപ്പുലർ വെബ് പേജ് വെബ് ബ്രൗസേഴ്സ് കൺസിസ്റ്റ് ഓഫ് Google Chrome, Mozilla, Firefox, Apple, Safari, Microsoft Edge and Opera. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വെബ് ബ്രൗസേഴ്സ് അല്ലേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ് ചോദിക്കാം, അടിയിൽ വരച്ച് മാർക്ക് ചെയ്ത് പഠിക്കാം. ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല, ഫയർഫോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് and the last one Opera. Users have the flexibility to select the browser that best suits their preference, needs and platform of choice. അതുപോലെ തന്നെ യൂസേഴ്സിന് പല ചോയ്സ് അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള വെബ് ബ്രൗസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലർക്ക് എന്താണ്, ചിലർക്ക് ക്രോം ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് ഒപ്പേര ആയിരിക്കാം. അതുപോലെ എന്താണ്, അപ്പൊ മിസ് പറഞ്ഞുതരാട്ടോ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരട്ടെ, നോക്കാട്ടോ. അപ്പൊ ചിലർക്ക് ഒപ്പേര ആയിരിക്കും, ചിലർക്ക് എന്താണ് ഇപ്പൊ ഗൂഗിൾ ക്രോം ആയിരിക്കും ഇഷ്ടം. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ബ്രൗസേഴ്സ് ഉപയോഗിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 4 കാര്യങ്ങളും വെബ് ബ്രൗസേഴ്സ് എന്താണ് എന്നുള്ളത് വായിച്ചു നോക്കാം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. ആരാണ് ചോദിച്ചത്? സംശയം വല്ലതും ചോദിച്ചോ മിസ്സിനോട്? ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ കണ്ടുപിടിച്ച കാര്യം നമുക്ക് ബുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റില്ലേ? പറ്റോ? സെർച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് അത്. സെർച്ച് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്തിടാം, നമുക്ക് ബുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റില്ലേ? അത് ചെയ്തിട്ടില്ലേ നിങ്ങള്? അങ്ങനെ ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആയോ? വായിച്ചില്ലേ 4 കാര്യങ്ങളും? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഓൺലൈൻ സെക്യൂരിറ്റി. ഓൺലൈൻ സെക്യൂരിറ്റി നമ്മളെല്ലാവരും ഓൺലൈൻ അല്ലെ, ഓൺലൈൻ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. എന്താണ് കാലത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഓൺലൈൻ ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇപ്പോ നമ്മൾ വീട്ടമ്മമാരല്ലേ, വീട്ടമ്മമാരൊക്കെ എന്താണ് പല റെസിപ്പികളൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടല്ലേ പരീക്ഷണങ്ങൾ നടത്താറില്ലേ? നിങ്ങള് നടത്താറുണ്ടോ? ഓക്കെ. സുഷ എന്താണ് കണ്ടുപിടിച്ചത്? റെസിപ്പി നടത്താറുണ്ടോ? എന്താണ് ഉണ്ടാക്കിയത്? ഇല്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ പരീക്ഷണ വസ്തുക്കളാക്കാറുണ്ടോ? യൂട്യൂബിൽ നിന്ന് നോക്കി റെസിപ്പീസ് ഒക്കെ എടുത്തിട്ട്. ഓക്കെ ഓക്കെ. എന്നിട്ട് ആരെങ്കിലൊക്കെ കഴിക്കാറുണ്ടോ? ഇല്ല, ആരും കഴിക്കാറില്ല. അവനൊന്നും തന്നെ ഉണ്ടാക്കി അവനൊന്നും തന്നെ കഴിക്കേണ്ട അവസ്ഥയിലുണ്ടാ? ഓക്കെ. എല്ലാവരും ചെയ്യാറില്ലേ? ഹസ്ബൻഡ് ദൈവമേ. ഓക്കെ ഓക്കെ. എല്ലാവരും, നമ്മളെല്ലാവരും എന്താണ്, എല്ലാവരും ചെയ്യാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ തന്നെ കഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോ ഈ നമ്മൾ ഇങ്ങനെ ഇൻഫർമേഷൻസ് ഓൺലൈനിലൂടെ ചിലപ്പോ എന്താണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ലോൺ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മളിങ്ങനെ ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റൊരാൾക്ക് കൈമാറുമ്പോ അതില് പല റിസ്കുകളും നമുക്ക് വരാറില്ലേ? ചിലപ്പോ എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ് എന്താണ് ചിലപ്പോ മൂന്നാമതൊരാള് ചോർത്താനായിട്ട് ഇടവരാറുണ്ട് ഇല്ലേ? അങ്ങനെയൊക്കെ പലയിടത്തും സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ എന്താണ് മറ്റൊരാൾക്കാരിൽ മൂന്നാമതൊരാള് ചോർത്താനായിട്ട് ഹാക്കേഴ്സ് അല്ലെ ഹാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് പലതരത്തില് റിസ്കുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. Okay, online security threats refers the numerous risk and എന്താണ് 1 minute ഉണ്ടോ? Okay, start ചെയ്യാം നമുക്ക്. Online security. Online security theft refers to numerous risks and vulnerabilities that can compromise the security of individuals, organizations and systems when using the internet. അല്ലെ നമ്മൾ പറഞ്ഞു എന്താണ് ഓൺലൈനിലൂടെ നമ്മള് ഇൻഫർമേഷൻസ് ഒക്കെ കൈമാറുമ്പോൾ പല റിസ്കുകൾ വരാറുണ്ട്. ചിലപ്പോ ബാങ്കുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്ക് മാനേജറായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലതരത്തിലെ ആളുകള് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഹാക്ക് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, പലതരത്തിലുള്ള റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Here are some common online security theft. Okay.
ഇനി എന്താണ്? ഫസ്റ്റ് വണ്ണാണ് മാൾവയർ. മാൾവയർ എന്ന് പറഞ്ഞത് ക്ഷുദ്ര വൈറസുകൾ എന്നാണ് മാൾവയറിനെ പറയുന്നത്. ക്ഷുദ്ര വൈറസുകൾ കിട്ടിയില്ലേ? നമ്മൾ പഠിക്കുന്നത് കോമൺ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണ് കേട്ടോ. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? മാൾവയർ. ക്ഷുദ്ര വൈറസുകൾ എന്നാണ് മാൾവയറിനെ പറയുന്നത്. ക്ഷുദ്ര വൈറസുകൾ. മാൾവയർ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയേ. മാൾവയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. കൺസിസ്റ്റ് ഓഫ് വൈറസസ്, worms, trojans, ransomware and spyware. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ മാൾവയേഴ്സ്. മാൾവയേഴ്സ് ആണ്. പലതരത്തിലുള്ള മാൾവയേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈറസസ് ഉണ്ട്, worms ഉണ്ട്, trojans ഉണ്ട്, ransomware and last one spyware. പറഞ്ഞു തരാം കേട്ടോ, മിസ് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇനി നോക്കിയേ, malware is outlined to damage or attain unauthorized entry to these systems, keep sensitive information or damage normal computer operations. Malwares എന്ന് പറഞ്ഞാൽ എന്താണ്? Malwares എന്ന് പറഞ്ഞാല് എന്താണ്? സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുകയും സിസ്റ്റത്തിനുള്ളിലെ എന്താണ് കമ്പ്യൂട്ടർ ഡിവൈസസുകളെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കുകളെയോ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുകളെയോ ഉപദ്രവിക്കുന്നതോ അതിന് ഹാർംഫുൾ ആയ രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാൾവയർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്ത് ആ കമ്പ്യൂട്ടറിനുള്ളിലെ ഡിവൈസസുകളെ അതുപോലെ തന്നെ നെറ്റ്വർക്കുകളെ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിനെ തന്നെ ഉപദ്രവിക്കുകയോ അതിന് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ക്ഷതം സംഭവിക്കുന്ന രീതിയിൽ അല്ലെ ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിൽ അതിനാക്കി തീർക്കുന്നതോ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മാൾവയർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് അതിൽ ഡിഫറെന്റ് മാൾവയേഴ്സ് ആണ്. ഇത് വൈറസസ് ഉണ്ട്, worms ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, ransomware ഉണ്ട്, അതുപോലെ spyware ഉണ്ട്. ഇനി അതിലെ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ വൈറസുകള് ആക്രമിക്കുന്നതിലൂടെ എന്തൊക്കെ സംഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഡാറ്റാസ് പോകില്ലേ? ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. കമ്പ്യൂട്ടറിനുള്ളില് ഈ വൈറസ് കടക്കുന്നതിലൂടെ അതിലെ ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെടാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിലെ വിവരങ്ങള് അതുപോലെ നെറ്റ്വർക്കുകള് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസസ് ഒക്കെ എന്താണ് ഡാമേജസുകൾ സംഭവിക്കാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഡാമേജ് ആകുന്നത്. ഇത്തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയറിനെയാണ് മാൾവയർ എന്ന് പറയുന്നത്. മാൾവയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷുദ്ര വൈറസ് എന്നാണ് പറയുന്നത് അല്ലെ. മാൾവയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഇത് കമ്പ്യൂട്ടറിനുള്ളിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻ്റർ ചെയ്ത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്താണ് അതിനകത്തെ ഡിവൈസസുകളെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആ നെറ്റ്വർക്കുകളെയൊക്കെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ഹാർംഫുൾ ആക്കി തീർക്കുന്നതോ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മാൾവയർ എന്ന് പറഞ്ഞാല്. ഇനി ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ഫുള്ളും നഷ്ടപ്പെട്ടേക്കാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ഡിവൈസസുകള് നെറ്റ്വർക്കുകളെയൊക്കെ ഡാമേജ് ആക്കുന്ന രീതിയിൽ ഇത് അങ്ങനെയുള്ള രീതിയിലും ഈ സോഫ്റ്റ്വെയർ ക്ഷതം സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പല ഡിവൈസസുകളെ കമ്പ്യൂട്ടറിന്റെ ഡിവൈസസുകളെ അതുപോലെ നെറ്റ്വർക്കുകളെയൊക്കെ ഡാമേജ് വരുത്താനായിട്ട് ഇടവരുത്തുന്നുണ്ട്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാൾവയേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ. വൈറസസ് ഉണ്ട്, worms ഉണ്ട്, ട്രോജൻസ് ഉണ്ട്, അതുപോലെ എന്താണ് ransomware ഉണ്ട്, spyware ഉണ്ട്. നമുക്ക് നോക്കിയാലോ? നോക്കാം. വൈറസസ് എന്താണെന്ന് നോക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. വൈറസസ് എന്താണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയലിനെയും ഡാമേജ് ചെയ്യുന്നതാണ് വൈറസസ് എന്ന് പറഞ്ഞാല്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയലിനെയും ഡാമേജ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയും ഫയലിനെയും ഡാമേജ് ചെയ്യുന്നു. എഴുതിയോ? വൈറസസ് എന്ന് പറഞ്ഞാല്
കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയും ഫയലിനെയും ഡാമേജ് ചെയ്യുന്നത്. ഇനി വോംസ് എന്താണ്? വോംസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വോംസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് വരുത്തുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് വരുത്തുന്ന ഒന്നാണ് വോംസ്. ഇനി നെക്സ്റ്റ് ആണ് ട്രോജൻസ്. അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കയറി പറ്റുന്ന ഒരു തരം മാൾവെയർ ആണ് ട്രോജൻസ്. നമ്മൾ പല പല അപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലോ ഒക്കെ കേട്ടില്ലേ? അപ്പൊ എന്താണ്? വൈറസ് കയറാറുണ്ടല്ലേ? അങ്ങനെയുള്ള വൈറസിനെ പറയുന്നതാണ് ട്രോജൻസ്. അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കയറി പറ്റുന്ന ഒരു തരം വൈറസ് ആണ് അല്ലെങ്കിൽ മാൾവെയർ ആണ് ട്രോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാൻസോംവെയർ. റാൻസോംവെയർ കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നതാണ്. റാൻസോംവെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്ന ഒന്നാണ്. കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നത്. ഓക്കെ, സ്പൈവെയർ എന്താ? ഇനി നെക്സ്റ്റ് ആണ് സ്പൈവെയർ. കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത ഡാറ്റാസിനെ നശിപ്പിക്കുന്ന ഒന്നാണ് സ്പൈവെയർ. കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്ത ഡാറ്റാസിനെ നശിപ്പിക്കുന്ന ഒന്നാണ് സ്പൈവെയർ. ഓക്കെ ആണോ? വൈറസസ്, വോംസ്, ട്രോജൻസ്, റാൻസോംവെയർ ആൻഡ് സ്പൈവെയർ. ഏതാ പറയണ്ടേ സതീര? സ്പൈവെയർ ആണോ മോളെ? സ്പൈവെയർ പറയാട്ടോ. കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത ഡാറ്റാസിനെ നശിപ്പിക്കുന്നു. ഒന്നുകൂടി മിസ് വായിക്കാം. ആദ്യം തുടങ്ങി വായിക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി വായിക്കാനുണ്ടോ മിസ്? വൈറസസ് ഫസ്റ്റ് ആണ്. വൈറസസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയും ഫയലിനെയും ഡാമേജ് ചെയ്യുന്ന ഒന്നാണ് വൈറസസ് എന്ന് പറയുന്നത്. അതുപോലെ വോംസ്. വോംസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ഡാമേജ് ചെയ്യുന്ന ഒന്നാണ്. ഇനി ട്രോജൻസ് എന്താണ്? അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കയറി പറ്റുന്ന ഒരു തരം മാൾവെയർ ആണ് ട്രോജൻസ് എന്ന് പറയുന്നത്. ഇനി റാൻസോംവെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്നു. അതിനെയാണ് റാൻസോംവെയർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത ഡാറ്റാസിനെ നശിപ്പിക്കുന്നത്. ഇല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫിഷിംഗ്. ഫിഷിംഗ് ഇൻവോൾവ്സ് എന്താ മോളെ? എന്താ പറയേണ്ടത്? ഓക്കെ ഓക്കെ. റാൻസോംവെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഫയലുകളെ ആക്രമിക്കുന്ന ഒന്നാണ് റാൻസോംവെയർ. കിട്ടിയോ? Phishing involves deceitful attempt to devise users into providing sensitive information like password, credit card details, and personal data. Phishing attacks often take the form of deceptive emails, websites, and messages that state legitimate entities tracking users into revealing their information. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? വല വീശി പിടിക്കുക. ഫിഷിംഗ് എന്ന് പറഞ്ഞാല് വല വീശി പിടിക്കുക. ഓക്കെ,
ഫിഷിങ്ങിന്റെ അർത്ഥമാണ് പറഞ്ഞത് കേട്ടോ. വല വീശി പിടിക്കുക. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് ആണ് കേട്ടോ. എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാല്? ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഫിഷിംഗ്. പലതരത്തിലാവാം അല്ലെ? എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് പരസ്യ പിടിക്കാം ഇൻഫർമേഷൻസ്? ഫേക്ക് വെബ്സൈറ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫേക്ക് മെയിൽ അയച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫേക്ക് മെസ്സേജിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇങ്ങനെയൊക്കെ എന്താണ് ഫേക്ക് ഐഡിയസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ എന്താണ്, നിങ്ങൾക്കൊക്കെ മെസ്സേജ് വരാറുണ്ടോ? പരസ്യത്തിലൊക്കെ കാണിക്കാറില്ലേ? ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ വരുമ്പോൾ നിങ്ങള് എന്താണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കരുത്, ആധാർ നമ്പർ കൊടുക്കരുത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം അല്ലെങ്കിൽ ആധാർ നമ്പർ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ മെസ്സേജുകള്? പരസ്യത്തിലൊക്കെ നിങ്ങൾ ആഡ്സ് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങൾ പരസ്യപ്പെടുത്തി കൊടുക്കരുത്, ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. വല വീശി പിടിക്കുന്നത്. ഒരു വ്യക്തിയുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ചോർത്തുകയോ പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു അറ്റാക്കിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? പലതരത്തിലുള്ള മെസ്സേജുകൾ വരുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഐഡന്റിറ്റി തെഫ്റ്റ്. Identity theft happens when someone acquires and uses another person's personal information such as social security numbers, credit card details, or login credentials without their permission. This can end in financial loss, unauthorized entry to accounts, and damage to an individual's reputation. ഇനി എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാല്? എന്താണ്, ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിൽ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുന്നു. കിട്ടിയോ എന്താണെന്നുള്ളത്? ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ്? ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി നടത്തുന്നു. അതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറയണോ എന്താണെന്ന്? ഒരാള് വേറൊരാളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്തുന്നു. കിട്ടിയോ അക്ഷയ്? ക്ലിയർ ആണോ? ഓക്കെ ആണോ അക്ഷയ്? ഡൗട്ട് വരുന്നുണ്ടോ? നമ്മളിപ്പോ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത്? മാൽവെയർ പറഞ്ഞു, ഫിഷിംഗ് പറഞ്ഞു, ഐഡന്റിറ്റി തെഫ്റ്റ് പറഞ്ഞു. അനുമതി ഇല്ലാതെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 3 കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞതൊന്ന് വായിച്ചു നോക്കിയേ. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ്യതാ പത്രം എന്നാണ് കേട്ടോ. ക്രെഡൻഷ്യൽസ് ഒന്ന് വായിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
കിട്ടിയോ? വായിച്ചോ? ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ 3 കാര്യങ്ങളും? ഓക്കെ. ഇനി നോക്കിയേ, നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ഡാറ്റ ബ്രീച്ചസ്. ഡാറ്റ ബ്രീച്ചസ് include unauthorized entry to sensitive information like personal records, financial data, and intellectual property, normally through hacking or exploiting vulnerabilities in systems or networks. Data breaches may end in a lot of financial losses, reputational damages, and compromised privacy. എന്താണ് ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാല്? അതിന്റെ ഒരു ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ആണ് ടോംസ് പറയുന്നത്. നോക്കിക്കോളൂ. ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അയാളുടെ അനുമതിയില്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നു. എന്താ പറഞ്ഞത്? ഒരാളുടെ പ്രൈവറ്റ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അയാളുടെ അനുമതി ഇല്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നു. കിട്ടിയോ? മനസ്സിലായോ എന്താണെന്ന്? ഒരാളുടെ അനുമതി ഇല്ലാതെ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അനുമതി ഇല്ലാതെ ഉപയോഗിക്കുന്നു അല്ലെ? അതിനെയാണ് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഒരു തരത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഹാക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റോളിംഗ് എന്ന് പറയാനായിട്ട് പറ്റും. ആ വിഭാഗത്തിലാണ് ഡാറ്റ ബ്രീച്ചേഴ്സ് വരുന്നത്. സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷ്ടിക്കുക അല്ലെ? സ്റ്റോളിംഗ് എന്ന് പറഞ്ഞാല് മോഷ്ടിക്കുക. അല്ലെങ്കിൽ എന്താണ്? ഹാക്കിംഗ് എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് മൂലം എന്താണ്? അവരുടെ ഇൻഫർമേഷൻസ് എടുത്ത് എന്താണ് നമ്മൾ ചെയ്യുകയാണ് അല്ലെ? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമ്മള് എന്താണ്? അയാളുടെ അനുമതി ഇല്ലാതെ നമ്മള് ഓരോ ഡാറ്റാസ് നമുക്ക്, അല്ലെങ്കിൽ എന്താണ്, പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ നമ്മൾ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണ്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റും? എന്തൊക്കെ സംഭവിക്കും? ഫിനാൻഷ്യൽ ആയിട്ട് അല്ലെ? ക്യാഷ് ഒക്കെ കളക്ട് ചെയ്തൂടെ നമുക്ക്? അപ്പൊ അങ്ങനെ എന്താണ്? അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എന്താണ്? അയാളിപ്പോ ബാങ്കത്തെ ആണെങ്കിൽ നിങ്ങൾ ക്രേസി ഗോപാലൻ കണ്ടിട്ടില്ലേ? ക്രേസി ഗോപാലൻ, അതിനകത്ത് എന്താണ്? മറ്റേ മനോജ് കെജയുടെ ബാങ്ക് എന്താണ്? അതിൽ നിന്നൊക്കെ കൂടുതൽ ക്യാഷ് പോകുമ്പോ ആൾക്കാര് അല്ലെ പരിഭ്രാന്തരാവുന്നുണ്ട് അല്ലെ? എന്താണ്? നല്ല രീതിയിൽ നിലനിന്ന് പോകുന്ന ബാങ്ക് ആയിരുന്നു. പിന്നീട് അത് എന്താണ്? കൂടുതൽ ക്യാഷ് ഒക്കെ ഇങ്ങനെ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുമ്പോ അവരുടെ റെപ്യൂട്ടേഷൻ എന്താണ്? ലോ ആവാനായിട്ട് അല്ലെ? അല്ലെങ്കിൽ അവരുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? ലോ ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? അപ്പൊ എന്താണ്? ഇതുമൂലം ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാകുന്നുണ്ട്, പ്രശസ്തിക്ക് കളങ്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്? റെപ്യൂട്ടേഷനെ ബാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാല് ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. കിട്ടാത്തവർ ഒന്നുകൂടി എഴുതിയെടുത്തോളൂ അല്ലെങ്കിൽ കേട്ടോളൂ കേട്ടോ. നിങ്ങളുടെ ഭാഷയില് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതി വെച്ചാൽ മതി. ഒരാളുടെ പ്രൊട്ടക്റ്റീവ് നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിവരങ്ങള് അയാളുടെ അനുമതി ഇല്ലാതെ സ്വന്തമാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡാറ്റ ബ്രീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഫിഫ്ത് വൺ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. MIT, എക്സ്പാൻഡ് MIT എന്ന് ചോദിക്കാം. എന്താണ്? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കട്ടോ. Man in the middle attacks includes intercepting and changing communications between two parties without their knowledge. Attack can overhear, modify and ingest
spiteful content into communication, potentially compromising sensitive information or handling the exchange. എന്താണ് manning the middle attack എന്ന് പറയുന്നത്? നോക്കിക്കോളൂ. തന്ത്രപരമായി വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന സൈബർ ആക്രമണമാണ് മാനിങ് ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. തന്ത്രപരമായി വിവരങ്ങൾ മോഷ്ടിക്കുന്നതിനായി ടു പാർട്ടീസ് തമ്മിലുള്ള ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന സൈബർ അറ്റാക്ക് ആണ് മാനിങ് ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എന്താണ്? രണ്ട് പേര് തമ്മിലുള്ള സംസാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാങ്ക് മാനേജറും ഒരു കസ്റ്റമറും തമ്മിൽ ഫോണിലൂടെ സംസാരിക്കുമ്പോ അവര് പറയുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാള് വരികയും അതിനുശേഷം അത് ചിലപ്പോ ബാങ്ക് മാനേജർ ചിലപ്പോ എന്താണ് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോ ഇവർക്ക് ചോർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോ ആധാർ നമ്പർ അങ്ങനെയുള്ള ചിലപ്പോ ബാങ്ക് മാനേജർ ചോദിക്കുന്ന ചോദ്യം ആവില്ല ഇവര് കേൾക്കുന്നത്. അപ്പൊ എന്താണ്? ആ മൂന്നാമത്തെ ഒരാള് അതിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരാള് വന്നിട്ട് അതിലൂടെ ഇൻഫർമേഷൻസ് ചോർത്തിയെടുക്കുന്നുണ്ട്. കിട്ടിയില്ലേ? എക്സാമ്പിൾ ക്ലിയർ ആയോ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടോ? മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ചിലപ്പോ എന്താണ്? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോ ബാങ്ക് മാനേജർ ആവാം അല്ലെങ്കിൽ കസ്റ്റമർ ആവാം അല്ലെ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കാനാണ് ഫോണിൽ. അപ്പൊ എന്താണ്? അവർ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല ചിലപ്പോ ഈ കസ്റ്റമർ കേൾക്കുന്നത്. അങ്ങനെ എന്താണ്? അവിടെ ആ ചോദ്യങ്ങളെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊരാള് വന്നിട്ട് ചിലപ്പോ അവർക്ക് വേണ്ടതായിട്ടുള്ള ഇൻഫർമേഷൻസ് ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ചോർത്തിയെടുക്കുന്നുണ്ടാവാം. അങ്ങനെ മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഒന്ന് വായിച്ചു നോക്കി. രണ്ട് കാര്യങ്ങളും മാറിപ്പോരുത് കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ മനസ്സിലാക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചേ. 4, 5 ഒന്ന് വായിച്ചു നോക്കട്ടോ.
കിട്ടിയില്ലേ? ഓക്കെ ആണോ? രണ്ട് കാര്യങ്ങളും മനസ്സിലായോ? ഡൗട്ട് വരുന്നുണ്ടോ? നെക്സ്റ്റ് നോക്കാം. പാസ്വേഡ് അറ്റാക്ക്. Password attack aim to attain the unauthorized entry into accounts by cracking and bypassing password security. Common techniques consist of brute force attack, dictionary attacks. Common techniques consist of brute force attacks, dictionary attacks, and credential stuffing. The attackers use stolen and leaked passwords from other sources to attain the unauthorized access. എന്താണ് പാസ്വേഡ് അറ്റാക്ക്? നമുക്കറിയാം അല്ലെ? എന്താ പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാല്? പാസ്വേഡ് സെക്യൂരിറ്റി ട്രാക്ക് ചെയ്തോ മറികടന്നോ ചെയ്തുകൊണ്ട് അനധികൃതമായിട്ടുള്ള ആക്സസ് നേടാനായിട്ടുള്ള ശ്രമങ്ങളെയാണ് പാസ്വേഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. അത് 3 രീതിയിലാണ് ഇതിൽ പറയുന്നത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, ഡിക്ഷണറി അറ്റാക്ക് ഉണ്ട്, ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് ഉണ്ട്. 3 രീതിയിലാണ് പറയുന്നത് കേട്ടോ. എന്താണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ്? ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷനും ആവർത്തിച്ച് പരിശോധിക്കുന്നു. ശരിയായിട്ടുള്ള പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എന്താണ് എക്സാമ്പിൾ പറഞ്ഞുതരാട്ടോ. മറ്റുള്ളവർക്ക് നമ്മുടെ പാസ്വേഡ് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെ. ഒന്നുകൂടി പറയാം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡ് കോമ്പിനേഷനും ആവർത്തിച്ച് പരിശോധിക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? എന്താണ്? നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റുള്ളവർക്ക് നമ്മുടെ പാസ്വേഡ് അറിയാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള നെയിം, ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് നോക്കും. അപ്പൊ എന്താണ്? ചിലപ്പോൾ നമ്മുടെ പാസ്വേഡ് കിട്ടേക്കാം അല്ലെ. അങ്ങനെയും എന്താണ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ശരിയായിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ ആവർത്തിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കും. കിട്ടിയോ? ഓക്കെ ആണോ സുഷ? ഇനി എന്താണ് ഡിക്ഷണറി അറ്റാക്സ്? ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ വേണ്ടിയിട്ട് പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നതിനെയാണ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മുടെ നെയിം, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങള്, ഫോൺ നമ്പർ ഒക്കെ എടുക്കും. അതിനുശേഷം എന്താണ്? അയാളുടെ കയ്യിലൊരു പാസ്വേഡിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് നോക്കിയിട്ട് അത് ഉപയോഗിച്ചും എന്താണ് ആ കിട്ടുന്നത് വരെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടാവും? പാസ്വേഡിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പാസ്വേഡ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡിക്ഷണറി അറ്റാക്ക്. ഓക്കെ. ഇനി എന്താണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല്? അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്ക് ആയതോ ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുന്നു. എന്താ പറഞ്ഞത്? ക്രെഡൻഷ്യൽ അറ്റാക്സ്, ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചതോ ലീക്ക് ആയിട്ടുള്ളതോ ആയ പാസ്വേഡ് ഉപയോഗിക്കുന്നു. അതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ്. കിട്ടിയോ? ഇപ്പൊ എന്താണ്? ഞാൻ ഒരാള് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ മോഷ്ടിച്ചതാവാം, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാവാം, അല്ലെങ്കിൽ എന്താണ് ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡ് എടുത്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ആണോ നോക്കിയിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻസോ ക്യാഷോ നമുക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഷ്ടിച്ചതോ അല്ലെങ്കിൽ ലീക്ക് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു.
കിട്ടിയില്ലേ 3 കാര്യങ്ങളും? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, ഡിക്ഷണറി അറ്റാക്ക് ഉണ്ട്, അതുപോലെ എന്താണ് ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് ഉണ്ട്. ഏതാ പറയേണ്ടത്? ഫസ്റ്റ് തുടങ്ങി പറയണോ? ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നോക്കി ശരിയായത് കണ്ടെത്തുന്നത് വരെ ഡിക്ഷണറി പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഒന്നുകൂടി പറയാം. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് ശരിയായത് കണ്ടെത്തുന്നത് വരെ സാധ്യമായ എല്ലാ പാസ്വേഡുകളും അതിന്റെ കോമ്പിനേഷൻ ആവർത്തിച്ച് പരിശോധിക്കുന്നു. അതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞാല് ശരിയായ പാസ്വേഡുകൾ ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ വേണ്ടിയിട്ട് പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നതിനെയാണ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഡിക്ഷണറി അറ്റാക്കിൽ വരുന്നത്? ചിലപ്പോൾ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കും. അതിനുശേഷം അയാളുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും പാസ്വേഡുകളുടെ. ആ ലിസ്റ്റുകളും കൂടി കോമ്പിനേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്തെടുക്കുന്നു. ഏതാ പറയേണ്ടത്? ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും എഴുതിയോ? ശരിയായ പാസ്വേഡ് ഊഹിക്കാൻ പൊതുവായ വാക്കുകളും പാസ്വേഡുകളുടെ ലിസ്റ്റുകളും എടുക്കുന്നു. അതാണ് ഡിക്ഷണറി അറ്റാക്കില് പറയുന്നത്. ഇനി എന്താണ്? ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് എഴുതിയോ? എല്ലാവർക്കും കിട്ടിയോ? അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി മോഷ്ടിച്ചതോ ലീക്ക് ആയിട്ടുള്ളതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ടൈമായി, 2 കൂടി ഉണ്ടായിരുന്നുള്ളൂ പറയാനായിട്ട്. ഓക്കെ, ഇത്ര വരെ ക്ലിയർ അല്ല എല്ലാവർക്കും? ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ ടൈം പോയതല്ലേ. പഠിക്കാനുള്ളത് ഉണ്ട് കേട്ടോ അതിനകത്ത്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഉണ്ട്, അതുപോലെ ഡിക്ഷണറി അറ്റാക്ക്, ക്രെഡൻഷ്യൽ സ്റ്റഫിംഗ് ഒക്കെ നോക്കാം കേട്ടോ. ഇതൊക്കെയാണ്. താങ്ക് യു. ഇത്ര വരെ നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.